ഗുഡ് മോർണിംഗ്. ഹലോ ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണോ? ഇന്ന് സൺഡേ ആണേ. ഞാൻ നേരത്തെ എഴുന്നേറ്റിട്ടുണ്ട്. ഞാൻ നേരെ ആദ്യം ഗാർഡനിലേക്കാണ് പോയത് കേട്ടോ. പച്ചമുളകൊക്കെ ഇങ്ങനെ ഉണ്ടായി പഴുത്ത് കിടക്കും. ഞങ്ങൾ പറിക്കാതിരിക്കുകയാണേ, ആദ്യമായിട്ടുണ്ടായ പച്ചമുളക് ആയതുകൊണ്ട്. പക്ഷേ ആ ഇലയൊക്കെ അങ്ങ് കേടായി തുടങ്ങി. ആ ഇലയൊക്കെ ഇനി പിച്ചിക്കളഞ്ഞ് അതിനെ എന്തെങ്കിലും മരുന്നൊക്കെ സ്പ്രേ ചെയ്ത് അത് റെഡിയാക്കണം. ഞാൻ അവിടെയൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങിയിട്ട് ഞാൻ നേരെ കിച്ചണിലേക്ക് വന്ന് ചായ ഉണ്ടാക്കുക. 3 പേർക്കും ചായ ഉണ്ടാക്കുക. കുരുമുളക് ചായ കേട്ടോ. അപ്പോൾ പെപ്പർ ടീ ഭയങ്കര ടേസ്റ്റാണ്. അതിൻ്റെ കൂടെ ഇഞ്ചിയും കൂടി ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. പക്ഷേ ഞാനിന്ന് ഇഞ്ചി ഇടുന്നില്ല, പെപ്പർ മാത്രം ഇട്ടിട്ട് തൊണ്ടയൊക്കെ നല്ല ഒരു റിലീഫ് കിട്ടും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുരുമുളക് ചായ ഉണ്ടാക്കി 3 പേരും ചായയൊക്കെ കുടിച്ച് കുറച്ച് നേരം ഒന്നിച്ചിരുന്ന് സംസാരിക്കാൻ കിട്ടുന്ന സമയമൊക്കെ വളരെ കുറവല്ലേ. 3 പേരും വർക്കിംഗ് ഡേയ്സിൽ നിന്ന് പറഞ്ഞാൽ സമയമേ ഇല്ല ആർക്കും. അപ്പോൾ എല്ലാവരും ചായ പെട്ടെന്ന് കുടിക്കും, എഴുന്നേറ്റ് പോകും. അപ്പോൾ സൺഡേയ്സിൽ കുറച്ച് വർത്താനമൊക്കെ പറഞ്ഞിരിക്കാൻ സമയമുണ്ട്. കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ വന്നിട്ട് ഇഡ്ഡലിക്ക് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നേ. ഇഡ്ഡലി ഉണ്ടാക്കണമെന്ന് കാണിക്കണില്ല, കാരണം അതൊക്കെ എല്ലാവരും എന്നും ചെയ്യണമല്ലേ. അപ്പോൾ നല്ല സ്പോഞ്ച് ഇഡ്ഡലിയാണ്. അതിന് ഇന്ന് ടൊമാറ്റോ ചട്നി ഉണ്ടാക്കിയത്. ചില ദിവസം സാമ്പാർ, ചിലപ്പോൾ അല്ലാത്ത ചട്നി, അതൊക്കെയാണ്. അപ്പോൾ ഇന്ന് ടൊമാറ്റോ ചട്നി ഉണ്ടാക്കാം, എളുപ്പമുണ്ടല്ലോ. അതുണ്ടാക്കി. അപ്പോഴത്തേക്ക് പിന്നെ ഒരു കൂനപാത്രമായി കഴുകാനായിട്ട്. അപ്പോൾ ആ പാത്രം എല്ലാം കഴുകി വയ്ക്കണം. അത് പിന്നെ എന്നും ഉണ്ടല്ലോ, സിങ്കിലെന്ന് പറഞ്ഞാൽ അക്ഷയപാത്രം പോലെ ഇങ്ങനെ പാത്രം വന്നുകൊണ്ടേയിരിക്കുമല്ലേ. അപ്പോൾ അത് എല്ലാം പാത്രമൊക്കെ കുറേ കഴുകി വെച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് പാത്രം കഴുകി പോയിന്ന് റെസ്റ്റ് ചെയ്യും. പിന്നെ വന്നിട്ട് കുറച്ച് ജോലി ചെയ്യും. അങ്ങനെയാണ് ഞാൻ എൻ്റെ ജോലികൾ തീർക്കണത് കേട്ടോ. ഒറ്റ ട്രിപ്പിൽ അങ്ങ് തീർത്തിട്ട് പോവുമല്ല. അപ്പോഴേ നമ്മൾ ഒരുപാട് ക്ഷീണിച്ചു പോകും. പോരാത്തതിന് ചൂട് സമയം കൂടെയല്ലേ. അപ്പോൾ അതേ കുടിക്കാൻ വെള്ളം തിളപ്പിക്കണമായിരുന്നു. വെള്ളമൊക്കെ തിളപ്പിച്ച് അത് ജഗ്ഗിലൊഴിച്ചിട്ട് അത് ഡൈനിങ് ടേബിളിൽ കൊണ്ടുവയ്ക്കണം. അതൊക്കെ ഇങ്ങനെ ഓരോ ജോലികളിങ്ങനെ തുടർച്ചയായിട്ട് വന്നുകൊണ്ടിരിക്കുമല്ലോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് അപ്പോഴത്തേക്കും അജു ഇവിടെ പുറത്ത് സിറ്റ് ഔട്ടും പോർച്ചും എല്ലാം കഴുകുകയാണ്. അവിടെ എല്ലാം വൃത്തിയാക്കുന്നു. അപ്പോൾ അത് സൺഡേയിലേ സമയം കിട്ടുകയുള്ളൂ. അപ്പോൾ അങ്ങനെ അതൊക്കെ ചെയ്ത് അജു ക്ഷീണിച്ചു. അപ്പോൾ ഞാൻ വിചാരിച്ചു വാട്ടർ മെലോൺ ജ്യൂസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ മോൾക്ക് വേണ്ട, വയറ് നിറഞ്ഞിരിക്കുകയാണെന്ന്. അപ്പോൾ വാട്ടർ മെലോൺ ജ്യൂസ് ഉണ്ടാക്കി ഞാനും അജുവും കൂടെ കുടിച്ചു. ഞാൻ ആ ജോലിയിലൊക്കെ കുറച്ച് ഹെൽപ്പ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇന്ന് കടമക്കുടി എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇവിടെ ലുലു മോളിൽ നിന്ന് 14 കിലോമീറ്റർ ദൂരം. അപ്പോൾ നമുക്ക് ഒരു ഉച്ചയൊക്കെ കഴിയുമ്പോൾ പോയാൽ മതി. ഈ ഇത്രയും ചൂടത്ത് രാവിലെ പോയി ഡേ മുഴുവൻ സ്പെൻഡ് ചെയ്യാനായിട്ട് എനിക്ക് താല്പര്യമില്ല, കാരണം ഒരുപാട് ചൂടാണ് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ. അപ്പം ഒരു ഉച്ചയൊക്കെ കഴിയുമ്പോൾ ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു വൈകുന്നേരം എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന സ്ഥലം അത് നോക്കിയാണ് ഞങ്ങൾ കടമക്കുടി സെലക്ട് ചെയ്തത്. നല്ല രസമുള്ള സ്ഥലവുമാണെന്ന് ഇതുവരെയും പോയിട്ടുമില്ല. ജയലക്ഷ്മിയുടെ ബ്രാഞ്ച് കണ്ടോ, ലുലു മോളിൻ്റെ കുറേ ഇപ്പുറത്താണ് അത് ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ലുലു മോളിൻ്റെ അങ്ങോട്ട് അവിടെ എത്തി. ഇവിടെ നിന്ന് റൈറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ ആലുവ റൂട്ടാണ്. ആ റൈറ്റിലോട്ട് പോകരുത്, നേരെ അമൃതയിലേക്ക് പോകുന്ന ആ റൂട്ടിൽ വാരാപ്പുഴ വഴിയാണ് കടമക്കുടിക്ക് പോണത്. ഈ സ്ഥലം 14 ചെറിയ ഐലൻഡുകൾ ചേരുന്ന ഈ സ്ഥലം കടമക്കുടി ഐലൻഡ് കേട്ടോ. ഭയങ്കര രസമാണെന്ന വീഡിയോ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്. നമുക്ക് പോയി നോക്കാം. അപ്പോൾ അതിൻ്റെ റൂട്ടും ഒക്കെ നല്ല രസമുള്ള സ്ഥലം. ഇത് പുതിയ പാലം പണിയൊക്കെ വാരാപ്പുഴ ആ ഭാഗമൊക്കെയാണ്. നമ്മളവിടെ എത്തി. അപ്പം ചെറിയ കായൽ പോലെ ഇങ്ങനെ ചെറിയ ഓളമൊക്കെ ആയിട്ട് ഇങ്ങനെ കിടക്കുകയാണ് വെള്ളം. നല്ല രസമില്ലേ കാണാനായിട്ട്. റോഡ് സൈഡിലൊക്കെ നിറച്ച് തണൽ മരങ്ങളും ഒക്കെ ആയിട്ട് ഞങ്ങൾ അപ്പോൾ അവിടെ വണ്ടി നിർത്തി ഞങ്ങളവിടെയൊക്കെ ഇങ്ങനെ നോക്കി ഇങ്ങനെ തേരാപ്പാര ഇങ്ങനെ നടക്കുകയാണ്. നല്ല രസമാണ്. ഭയങ്കര കാറ്റും നമ്മളെ എടുത്തുകൊണ്ട് പോണ പോലത്തെ കാറ്റുണ്ട്. അപ്പം കുറച്ച് വെയിലുണ്ട്. ആ വെയിലൊന്നും അറിയില്ല കേട്ടോ. ഞങ്ങളൊരു 4 മണിയൊക്കെ ആയപ്പോൾ അവിടെ എത്തി. എനിക്കൊന്ന് ഇവിടെ ഒരു 6 മണി 7 മണിയൊക്കെ ആകുമ്പോഴത്തേക്കാണ് ഭയങ്കര ആൾ തിരക്കുള്ള സമയം. അപ്പോൾ ഇന്ന് സൺഡേ ആയതുകൊണ്ട് ഒരുപാട് ആളുണ്ട് കേട്ടോ. ഞങ്ങളിപ്പോൾ ആൾ കുറഞ്ഞ സ്ഥലത്ത് വണ്ടി നിർത്തി അവിടെ ഞങ്ങൾ ഇറങ്ങി അവിടെയൊക്കെ ഒന്ന് കണ്ട് തെക്കോട്ടും വടക്കോട്ടും ഇങ്ങനെ നടക്കുകയാണ്. നല്ല രസമുണ്ട്. അപ്പോൾ നല്ല കാറ്റും. എന്നിട്ട് ഞങ്ങൾ ഇവിടെ നിന്ന് കുറേ മുന്നിലോട്ട് വണ്ടിയിൽ തന്നെ പോയപ്പോൾ കുറേ സൈഡിലൊക്കെ നിറച്ച് ഫാമിലികളും കുട്ടികളും എല്ലാമായിട്ട് നല്ല രസമല്ലേ. അവധി ദിവസം ആഘോഷിക്കാനായിട്ട് എല്ലാവരും ഇറങ്ങിയിരിക്കുക. പോരാത്തതിന് ഈ ചൂടും കൂടെ ആയതുകൊണ്ട് വൈകുന്നേരം ഇഷ്ടം പോലെ റോഡും എല്ലാം ഇങ്ങനെയുള്ള സ്പോട്ടുകളും ഒക്കെ ഭയങ്കര തിരക്കാണ്. അപ്പോൾ വന്ന് തുടങ്ങിയിട്ടേ ഉള്ളൂ. എന്നിട്ട് തന്നെ റോഡിൽ നിറച്ചും ആളുകളും നിറയെ വണ്ടികളുമാണ്. അപ്പം ഞങ്ങളിങ്ങനെ ഫുഡ്, ഇവിടെ നല്ല ഫുഡ് കിട്ടും. കപ്പപ്പുഴുക്കും ബീഫും കപ്പപ്പുഴുക്കും കക്കയിറച്ചി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ, അങ്ങനത്തെ കോമ്പിനേഷൻസൊക്കെ ഇവിടെ നല്ല ഫ്രഷ് ആയിട്ട് കിട്ടും എന്നറിഞ്ഞു. അപ്പം ഇവിടെ നിന്ന് തന്നെ ലഞ്ച് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ വീട്ടിൽ നിന്ന് കഴിച്ചില്ല. അപ്പോൾ ഇഡ്ഡലിയൊക്കെ കഴിച്ചിട്ട് ഇറങ്ങിയോണ്ട് വിശപ്പൊന്നും അധികം ഇല്ല. അപ്പോൾ ഷോപ്സൊക്കെ ഓപ്പണായി വരണതേ ഉള്ളൂ. ഞങ്ങൾ എത്തിയപ്പോഴത്തേക്കും 5 മണി 4 മണിക്കൊക്കെ എത്തി. ഇങ്ങനെ ഈ ഭാഗത്തൊക്കെ എത്തിയപ്പോഴത്തേക്ക് 5 മണിയൊക്കെ ആയതേ ഉള്ളൂ. അപ്പോൾ എനിക്ക് തോന്നുന്നു 6 6:30 ആകുമ്പോഴത്തേക്ക് എല്ലാ ഷോപ്പും ഓപ്പൺ ആകും. നിറച്ച ആളുകളും ഉണ്ടല്ലോ. അപ്പോൾ ഞങ്ങളിങ്ങനെ
എന്തെങ്കിലും ഫുഡ് കഴിക്കാനോ ചായ കുടിക്കാനുള്ള സ്ഥലമുണ്ടോ എന്ന് നോക്കി നോക്കി ഇങ്ങനെ പോവുകയാണേ. അപ്പോൾ ഞങ്ങൾ സൈഡിൽ ഒരു ബേക്കറി ഉണ്ട്, ഒരു നല്ല ബേക്കറി, ഒരു ചെറിയ ബേക്കറി. അപ്പോൾ അവിടെ അതിൻ്റെ തൊട്ടടുത്തായിട്ട് നല്ലൊരു അമ്പലമുണ്ട് കേട്ടോ. അമ്പലത്തിൻ്റെ ഒരു സൈഡിലായിട്ട് ഞങ്ങൾ വണ്ടി ഒതുക്കി ആ ബേക്കറിയിലേക്ക് കയറിയിട്ട് അവിടെ ചിപ്സ്, പപ്സ്, സമോസ അങ്ങനെയൊക്കെയുള്ള ഐറ്റങ്ങളായിരുന്നു. ഞാനപ്പോൾ സമോസയും ചായയും പിന്നെ അജു പപ്സ്, മോള് ഷാർജ ഷേക്ക് അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ കഴിച്ചിട്ട് ഞങ്ങളുടെ വയറൊക്കെ ഫുള്ളാക്കി ഞങ്ങൾ പിന്നെ പതിയെ വണ്ടി ഓടിച്ച് അവിടെ നിന്ന് വരും. അതെ, സൺസെറ്റൊക്കെ ആകാനുള്ള സമയമായി വരുന്നു കണ്ടോ. നല്ല രസമില്ലേ കാണാൻ. ഞങ്ങൾക്ക് കുറച്ച് നേരം കൂടെയൊക്കെ നിൽക്കണമെന്നുണ്ടായിരുന്നു, പക്ഷേ ഞങ്ങൾക്ക് കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാനുണ്ട് ഉണ്ടായിരുന്നു. കാരണം സാധനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെജിറ്റബിൾസ് കുറച്ചൊക്കെ തീർന്നിരുന്നു. ഉള്ളി സംഭവങ്ങൾ അങ്ങനെയുള്ളതൊക്കെ തീർന്നിരുന്നു, അതൊക്കെ മേടിക്കണം. പിന്നെ ചിക്കനും മേടിക്കണം. ഇന്നലെ കപ്പ മേടിച്ച് വെച്ചിട്ടുണ്ട്, അപ്പോൾ ഇന്ന് ചെന്നിട്ട് എനിക്ക് ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കണം. അപ്പോൾ അതുകൊണ്ടാണ് പുറത്തുനിന്ന് അങ്ങനെ ഫുഡ് കഴിക്കാൻ വലിയ താല്പര്യമൊന്നും എനിക്കില്ല. പിന്നെ ഇങ്ങനെ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ അവിടുത്തെ സ്പെഷ്യൽ ഐറ്റം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക, ആ വിചാരത്തോടു കൂടെ ഇന്ന് ഇറങ്ങിയത്. അപ്പോൾ ലഞ്ചും അത്രയ്ക്ക് അങ്ങോട്ട് കഴിച്ചിട്ടില്ലല്ലോ, അപ്പോൾ എളുപ്പം ചെന്ന് എനിക്ക് ഫുഡൊക്കെ ഉണ്ടാക്കണം. പിന്നെ നമ്മുടെ മിക്കുമോന് ചിക്കൻ കറി ഉണ്ടാക്കണം. മിക്കുമോൻ എന്ന് പറയാൻ നമ്മുടെ പപ്പി. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ ഇത്തിരി വേഗം തിരിച്ചത്. ഇതേ മേനക വഴിയാണ് പോണത്. മേനക വഴി സെൻറ്റ് ട്രേസ്യസിൻ്റെ മുന്നിൽ കൂടെ ഞങ്ങൾ ഷോർട്ട് കട്ടൊക്കെ എടുത്തെടുത്താണ് വന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ സെൻറ്റ് ട്രേസ്യാസ് കോളേജിൻ്റെ ഫ്രണ്ടിൽ കൂടെ സുഭാഷ് പാർക്കിലൊക്കെ, ചിൽഡ്രൻസ് പാർക്കിലൊക്കെ നിറച്ച് കുട്ടികളും ഫാമിലിയൊക്കെ കൊണ്ട് ആ റോഡിൽ കൂടെ ഇങ്ങനെ വണ്ടി ഓടിക്കാൻ പാടില്ലാത്ത വിധത്തിൽ ഫുട്പാത്തിൽ കൂടെ ഇഷ്ടം പോലെ ആൾ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങളതൊക്കെ കണ്ട് ഇവിടെയൊക്കെ തന്നെ മോള് പറഞ്ഞ് നോക്കുകയാണെങ്കിൽ ഇവിടെ ഇറങ്ങി കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്തിട്ട് വന്നപ്പം എനിക്ക് വന്നിട്ട് ഇതൊക്കെ ചെയ്യേണ്ടത്, അതുകൊണ്ട് ഞങ്ങൾ പിന്നെ പെട്ടെന്ന് ഇങ്ങനെ പോകുന്നു. പിന്നെ റോബസ്റ്റ പഴവും പൊട്ടറ്റോയും ഉള്ളിയും പിന്നെ ടൊമാറ്റോ സംഭവങ്ങൾ അങ്ങനെയൊക്കെയുള്ളതെല്ലാം മേടിച്ച് ചിക്കൻ കറിയൊക്കെ റെഡിയാക്കാനായിട്ട് പോവുകയാണ് ഞാൻ. അതൊന്നും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ. അപ്പോൾ എല്ലാവരും സൺഡേസിലൊക്കെ നന്നായിട്ടൊന്ന് എക്സ്പ്ലോർ ചെയ്യുക, പുറത്തൊക്കെ പോവുക, പുറത്തുനിന്ന് ഫുഡ് കഴിക്കുക ഇഷ്ടമുണ്ടെങ്കിൽ. അങ്ങനെ കുട്ടികളും ഫാമിലിയൊക്കെ ആയിട്ട് പോകാൻ നല്ല രസമല്ലേ. അപ്പോൾ ഒരാഴ്ചത്തെ നമ്മുടെ വീട്ടിലിരുന്നിട്ടുള്ള മടുപ്പും ഇതൊക്കെ മാറും ആ ഒരു ഒറ്റ ഔട്ടിങ്ങും ഉണ്ട്. അപ്പോൾ എല്ലാവരും മാക്സിമം എൻജോയ് ചെയ്യുക ഹോളിഡേയ്സൊക്കെ, അവധി ദിവസങ്ങളൊക്കെ. ഇനിയിപ്പോൾ വെക്കേഷനല്ലേ കുട്ടികൾക്ക്. എല്ലാവരും പുറത്തൊക്കെ പോയി മാക്സിമം കറങ്ങുക, എൻജോയ് ചെയ്യുക. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണെന്ന് വിശ്വസിക്കുന്നു. നല്ലൊരു വീഡിയോയുമായിട്ട് ഉടനെ തന്നെ